നമസ്കാരം. മാവേലി ഭരിച്ച നാടിനെ ഭരിക്കുന്നവർ മാവേലി നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനെത്തുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്യാബിനറ്റ് ഓണം രണ്ടാം ഭാഗം. ഞങ്ങളുടെ ബാലഗോപാലിനേക്കാൾ സാമ്പത്തികമായ ശക്തിയുള്ള ചക്രം മാത്രമല്ല എല്ലാ ഐറ്റവും ഓർമ്മിപ്പിക്കല്ലേ. നമ്മളെല്ലാവരും അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് ഓണം കഴിയുന്നത്. ആ ഒരു വ്യത്യാസം കാണുന്നത്. പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. നിങ്ങൾക്ക് പ്രിയം, പക്ഷേ പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. ഞാനൊരു ദിവസം എൻ്റെ കൂടെ ഹിന്ദി മാത്രം പറയുന്ന ആശയത്തിലേക്ക് ഒന്ന് പൊക്കളരുത്. ഭാവിയിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമോ? മണ്ണെടുക്കുന്ന വാമനൻ പഴയ കഥ, മണ്ണ് കൊടുക്കുന്ന കാലം പുതിയ കഥ. അതെ അതെ, അടുത്തൊരു വിവാദ പരിപാടിയായി മാറുകയും ചെയ്യും. കരുതലും ഒരു സമൃദ്ധിയും ഒരു സന്തോഷവുമാണ് യഥാർത്ഥത്തിൽ ഓണം. വാസവ മിനിസ്റ്ററെ, ഓണം എത്തി. ഓണത്തിന്റെ സന്തോഷമുണ്ട് ആളുകൾക്ക്. ജനങ്ങൾക്കൊരു ഓണസമ്മാനമാണ് ആദ്യം പ്രഖ്യാപിക്കാനുള്ളത്. നമ്മുടെ പരിപാടിയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അതാണ് അല്പം വൈകിയത്. ഞാൻ വിഴിഞ്ഞത്തു നിന്നാണ് വരുന്നത്. നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 1 വർഷം കൊണ്ട് 10 ലക്ഷം കണ്ടെയ്നറിൽ എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 8 മാസം കൊണ്ട് 10,12,000 കണ്ടെയ്നറായി കേക്ക് മുറിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. എല്ലാവരെയും വിളിച്ച് ആഘോഷ പരിപാടി പ്രഖ്യാപിച്ചു. അതിൽ ഒരു സവിശേഷ സാഹചര്യം, ഏതാണ്ട് 460 ഷിപ്പുകൾ ലോകത്ത് ഈ വലിയ തുറമുഖങ്ങളിൽ മാത്രം പോകുന്ന 27 ലാർജ് ഷിപ്പുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുൾപ്പെടെ 399.99 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുമുള്ള ഐറീന ദുബായിലോ കൊളംബോയിലോ സിംഗപ്പൂരിലോ എത്താത്ത ഷിപ്പാണ്. ആ ഷിപ്പ് ഉൾപ്പെടെ 27 ഷിപ്പുകൾ MSCയുടെ കൂറ്റൻ കപ്പലുകളും സ്പെഷ്യൽ ഇരട്ടി സന്തോഷം. അപ്പോൾ എങ്ങനെ ആഘോഷിക്കാനാ പരിപാടി? ഞങ്ങളിപ്പോൾ അവിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് മലയാളികൾക്ക് ഓണസമ്മാനമായി പറഞ്ഞതിനപ്പുറത്ത് 1 വർഷം കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞത് 8 മാസം കൊണ്ട് എത്തിച്ചു എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ 1 വർഷം എത്തുമ്പോഴേക്ക് 13-14 ലക്ഷം കണ്ടെയ്നറാക്കി മാറ്റാൻ കഴിയുന്നു. ആഗോളതലത്തിൽ അതൊരു സർവ്വകാല റെക്കോർഡായി കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വിഴിഞ്ഞം വഴി എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം. എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. അതൊന്നും പറഞ്ഞാൽ പ്രശ്നം തീരത്തില്ല. അതൊന്നും പറഞ്ഞ ഇത് ഇത്രയും സന്തോഷകരമായ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറയാം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് ഞങ്ങളാ, ഫിഷർമാനാ. ഞങ്ങളുടെ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്ത് ഞങ്ങൾ സഹായിച്ച് ഇത് കൊടുക്കുക. അപ്പൊ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് ആ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വഴി ചില കാശ് തരുന്നതിനെ പറ്റി റിപ്പോർട്ടർ വേദിയിൽ വെച്ചു ആവശ്യം അത് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഫിഷർമെൻ്റെ നല്ല സഹായവും സേവനവും പ്രത്യേകിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നല്ല രൂപത്തിലുള്ള സഹായവും ഞങ്ങൾക്ക് ഈ തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ കാലം അന്നിപൂർവ്വം സ്മരിക്കുന്നു. ഒപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പം സംശയമില്ല, ഞങ്ങളുടെ ബാലഗോപാലിനേക്കാൾ സാമ്പത്തികമായ ശക്തിയുള്ള പുള്ളിക്ക്. ബാലഗോപാൽ ഏറ്റവും കരുത്തുള്ള മന്ത്രിയായി. റെഡി ക്യാഷ് 2.5 ലക്ഷം കോടി രൂപ കയ്യിലുള്ള ഒറ്റയാളേ ഉള്ളൂ, പുള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ ബാലഗോപാൽ മന്ത്രി പോലും ഇല്ല, ധനകാര്യമന്ത്രിയുടെ ഇല്ല 2.5 ലക്ഷം. ശരി, അദ്ദേഹം അത് കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ പണമുള്ള ആള് മൂപ്പർ. അതിൽ ഞാൻ ചേട്ടാന്ന് പറഞ്ഞു നടക്കുന്നത്. അതിന്റെ പ്രയോജനമൊന്നും വരുന്നില്ല. വരണം, അത് മത്സ്യമേഖലയിലോട്ട് വരണം. അതിനുവേണ്ടി വിഴിഞ്ഞത്തിന്റെ കഥ പറഞ്ഞ് നമ്മളെ അതിന് ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം അതിലൊക്കെ എടുക്കുന്ന മുൻകൈ വലിയ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എങ്ങനെ റൂട്ട് ചെയ്യാം ഓൾറെഡി റൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾക്ക് സ്കിൽ എൻഹാൻസ്മെന്റ്, നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ചെയ്തു തന്ന ഒരു കാര്യമാണ്. ഏറ്റവും സൗകര്യപ്രദമായ ഒരു സെന്റർ അവിടെ തയ്യാറാക്കി. അങ്ങനെയുള്ളതുകൊണ്ടാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇപ്പൊ അവിടെ കയറുന്ന ഓപ്പറേറ്റർമാരായി മാറ്റാൻ കഴിഞ്ഞത്. ഈ അസാബ് സെന്റർ വന്നതുകൊണ്ടാണ്. ട്രെയിനിങ് കൊടുത്തു. അപ്പൊ നമ്മൾ വിഴിഞ്ഞത്തിന്റെ ഒന്ന് മാറ്റി ഒരു സെക്കൻഡ് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ, ഓണം സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശിച്ച ഒരു വിശ്വമാനവിയുടെ സന്ദേശമാണ് വരുന്നത്. മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ മലയാളിയുണ്ട്, മലയാളി എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട്. ആ ഓണം ഇപ്പോൾ ആഗസ്റ്റിൽ തുടങ്ങിയാൽ അത് തീരുന്ന ഡിസംബർ വരെയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ ആഘോഷങ്ങൾ ലോകമെമ്പാടും നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും വിശേഷിച്ച കേരളത്തിലും അതേറ്റവും ഭംഗിയോടെ ഫലപ്രദമായി
ആഘോഷിക്കാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നു. ഒന്ന്, പെൻഷനെല്ലാം കൃത്യമായി കൊടുത്തിരിക്കുന്നു. 3200 രൂപ, 1600 കിട്ടേണ്ടത് 3200 എത്തിയപ്പോൾ അവർക്കിതായി. അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 200 രൂപ അധികമായി കൊടുത്തിരിക്കുന്നു, അവർക്ക് ആശ്വാസമായി. കൊച്ചു കൊച്ചു സംഘടനകൾക്കൊക്കെ കൊടുക്കാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത പോലെ സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു പെൻഷൻ DA കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം കൂടെ അല്ല, ഞാനത് പറഞ്ഞു വരുന്നത്, ആദ്യം ഗവൺമെൻറ് പശ്ചാത്തല സൗകര്യം ഒരുക്കലാണ്. ക്രയശേഷി വർദ്ധിച്ചെങ്കിലേ നാട്ടിൽ ഓണം സമൃദ്ധമാകൂ. ആ വലിയ രൂപത്തിൽ നമുക്ക് ക്രയശേഷി വർദ്ധിക്കാൻ ആവശ്യമായ ആദ്യത്തെ പണി ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ടീം നല്ല രൂപത്തിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സുഭിക്ഷമായി ഓണം ഉണ്ണാൻ കഴിയുന്ന മര്യാദ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടാൻ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും രംഗത്ത് വന്നതോടുകൂടി ഓണം സുഭിക്ഷമായി ആഘോഷിക്കാൻ. അല്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ക്യാബിനറ്റിലെ കവിയാണ്. അതെ, എഴുതും അല്ലേ, കവിയാണ്, യഥാർത്ഥ കവി. ഒരു 4 ശാലം കൊണ്ട് അടിച്ച് അടിയുകൊണ്ട് സ്വന്തം കവിത ആയിക്കോട്ടെ. സ്വന്തം കവിതയല്ല, ഞാൻ സ്വന്തം കവിതയല്ല, ഞാൻ സാധാരണ വയലാറിന്റെ, ആശാന്റെ, വള്ളത്തോളിന്റെ കവിതകൾ ധാരാളം പാടും, വായിക്കാറുണ്ട്. നല്ല ഒരു 4 വരി കൊണ്ട് പാടും. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേവരെ. മരണം മരണം എന്നോർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നും ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻ യജ്ഞമൊന്നാരംഭിച്ചു. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലുമ കർമ്മയോഗീന്ദ്രന്റെ മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം. വയലാറിൻ്റെ മനോഹരമായ കവിതയാണ്. അതായത് ഈ ഓണം സങ്കല്പം അതാണ്. പല മതസാരവും ഏകമെന്ന ഗുരുവിൻ്റെ സന്ദേശം എല്ലാ മതങ്ങളെയും ഓണത്തിലേക്ക് ആകർഷിക്കുന്നു. മിനിസ്റ്റർ, നമ്മൾ ഇവിടെ പാട്ടുകാരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം മിനിസ്റ്റർക്ക് വേണ്ടിയിട്ട് അലൂഷിയോ നിത്യോ ഒരു പാട്ട് പാടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇപ്പം മിനിസ്റ്റർ കവിതയില്ലേ? അല്ല, വയലാറിൻ്റെ ഈ മനോഹര തീരത്തിന് ഒരു ജന്മം കൂടി എന്നുള്ള മനോഹരമായ തീരം ഇന്ദ്രധനുസിൻ തൂവൽ തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. നമുക്ക് ഇത്രമേൽ മണമുള്ള കുടമുല്ല പൂവുകൾ ഒന്ന് എപ്പോഴെങ്കിലും മലോഷ്യ കൊണ്ട് തീർച്ചയായിട്ടും. കേൾവി മിനിസ്റ്റർ, എങ്ങനെയുണ്ട് പുതിയ നമ്മളുടെ ഈ ഓണക്കാലം വരുമ്പോൾ വയനാടൻ മേഖലയിൽ പ്രത്യേകിച്ച് ദുരന്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആളുകളൊക്കെ പലതും മറന്നു, തിരിച്ച് ജീവിതത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള രണ്ടാമത്തെ ഓണമാണ് അല്ലേ? രണ്ടാമത്തെ ഓണം. എങ്ങനെയൊരു മാറ്റം? വയനാട്ടിൽ കഴിഞ്ഞ ദുരന്ത സമയത്ത് ഓണം എല്ലാം ഡൗൺ ആയിരുന്നു. പക്ഷേ അതിനുശേഷം വയനാട് വേഗം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുംപുറത്തുള്ള വായനശാലകൾ, ക്ലബ്ബുകളിലൊക്കെ തന്നെ ഓണപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ പരിപാടികളൊക്കെ നടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ് ഈ പ്രാവശ്യം. ഈ പണ്ട് കാലത്ത് ഓണം ഒരു കാലം ഒരു ദിവസം എന്നുള്ള രീതിയിലായിരുന്നല്ലോ. ഇപ്പോൾ അത് മാറി എല്ലാവർക്കും കുറേ ദിവസങ്ങളിൽ ഓണമാവാം എന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. പഴയ ഓണം ഇപ്പോഴത്തെ ഓണം രണ്ടും ഓണത്തിന് മാറ്റമില്ല, പക്ഷെ ഓണം ആഘോഷിക്കുന്ന കാര്യത്തിൽ മാറ്റമുണ്ട്. കാരണം പഴയ കാലത്ത് ഓണം ആഘോഷിച്ചത് തനത് വിഭവങ്ങൾ കൊണ്ടാണ് ഓണം ആഘോഷിച്ചത്. ഇപ്പം നമ്മളെല്ലാവരും അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് ഓണം കഴിയുന്നത്. ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. വീട്ടിൽ ഭക്ഷണം പാചകമൊക്കെ ചെയ്യുമോ മിനിസ്റ്റർ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഭക്ഷണം പാകം ചെയ്യും. ഏതാണ് ഏറ്റവും കൂടുതൽ? നമ്മൾ സാധാരണ അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കും.
പാചകം ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിട്ട് അതായത് പുള്ളിക്കാരിയുടെ സഹായം ഇല്ലാതെ ഞാൻ പിന്നെ ചോറ് വെക്കും, കറി വെക്കും, ഏത് കറി? സാമ്പാർ സാമ്പാർ വെക്കും, സാമ്പാർ വയ്ക്കും, വയനാടൻ സാമ്പാർ സാമ്പാർ വെക്കും. പിന്നെ ചെറുക്കൊരു എതിരാളി ടീച്ചർക്കൊരു എതിരാളിയായി വ്യക്തമായിട്ടുള്ള നോൺ വെജും ഒക്കെ വയ്ക്കും, കുക്ക് ചെയ്യും. ഞങ്ങൾക്ക് ഓണത്തിന് ഇപ്പൊ എല്ലാം വേണം. നമുക്ക് നോൺ വെജ് വയനാട് എല്ലാ വിഭവങ്ങളും എല്ലാം പിന്നെ കൂടിയിട്ടുള്ളത്. പിന്നെ വയനാട്ടിൽ വെച്ചാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് വയനാട് ജില്ല. ഒരു കുടിയേറ്റ മേഖലയാണല്ലോ. അതെ. അതുകൊണ്ട് അവിടെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഓണമാണ്. അവിടെ ഓണത്തിന് ഇറച്ചി പിന്നെ മത്സ്യം എല്ലാം ഉണ്ടാവും. നല്ലൊരു വിഭവമുണ്ട്, വനസുന്ദരി എന്ന് പറഞ്ഞിട്ട്. വനസുന്ദരി എന്ന് അത് ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ കനകക്കുന്നിൽ കൊണ്ടുവന്നിരുന്നല്ലോ അല്ലേ? അട്ടപ്പാടി എന്നാണ്. അട്ടപ്പാടിയല്ലേ? വനസുന്ദരി അട്ടപ്പാടി. വയനാടും ഉണ്ടോ? അട്ടപ്പാടി എന്നാണ് കാണുന്നത്. പക്ഷെ വയനാട് ഈ അത് കുടുംബശ്രീക്കാര് കൊടുത്ത പേരാണ്. കൊടുത്ത പേരാണ് ചിക്കൻ കറിക്ക് വനസുന്ദരി. വനസുന്ദരി. ഒരു ചിക്കൻ ഐറ്റം ആണെന്ന് തോന്നുന്നു. ടേസ്റ്റുള്ള ഭക്ഷണം. മിനിസ്റ്റർ, അപ്പം നമുക്ക് പാട്ടൊക്കെ ഇഷ്ടമാണ്. ഓണക്കാലത്ത് നമുക്ക് 2 ഗായകരുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പഴയ കാലത്തൊക്കെ ഓണം പിന്നെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ചുമരുന്ന് പാട്ടൊക്കെ കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഓർമ്മയിൽ വരുന്നൊരു പാട്ട് അല്ലെങ്കിൽ പാടാനാവൂല, ഏതൊക്കെ ഒരു പാട്ട് പാടാം ഓണത്തിന് വേണ്ടിയിട്ട്. ഏതായാലും ഓണപ്പൂവേ എന്നുള്ള പാട്ട് പാടട്ടെ. ഓണപ്പൂവേ. ഓണപ്പൂവേ എന്നുള്ള പാട്ട് കിട്ടുമോ? ഓണപ്പൂവേ പൂവേ 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 നീ തേടും മനോഹര തീരും ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഓണപ്പൂവേ പൂവേ പൂവേ പൂവൽ പൂവേ 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 നീ തേടും മനോഹര തീരും ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ. പാചകത്തിന്റെ വൈഭവത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു വരി അതിൽ വേണം. നിങ്ങളതിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ വാചകത്തിലാണ് കയറി പിടിച്ചിട്ടുള്ളത്. പാചകത്തിൽ പിടിക്കണം. അതെ, പാചകത്തിൽ പിടിക്കണം. പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. നിങ്ങൾക്ക് പ്രിയം, പക്ഷെ പാചകമാണ് ഞങ്ങൾക്ക് പ്രിയം. അല്ല, പാചകത്തിനകത്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആണോ? ജീവിതത്തിൽ ഒരുപാട് പോരാടിയ ആളാണ് ഞാൻ. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോൾ അപ്പൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മയും ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, സ്വന്തം കാര്യം നിന്നിട്ട് ചെയ്ത് ജീവിച്ചോണം, ഇനി ഞങ്ങളുടെ ചെലവിൽ കഴിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ആദ്യം പോയി ഞാൻ LIC ഏജൻസി എടുത്തു. 5 വർഷം കൊണ്ട് നല്ല ബിസിനസ് ചെയ്തു. LIC. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഒരു കേറ്ററിംഗ് തുടങ്ങണം. ഒരു 5-6 വർഷം ഞാൻ കേറ്ററിംഗ് നടത്തി. മിറാണ്ട കേറ്ററിംഗ് എന്നായിരുന്നു എൻ്റെ പേര്. ഇപ്പോൾ ഉണ്ടോ അത് പരിപാടി? അത് അടുത്ത കാലം വരെ എൻ്റെ ഒരു കസിൻ നടത്തിയിരുന്നു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ 6-7 വർഷം ഞാൻ അയാളും കൂടെ ചെയ്തു. ഭക്ഷണമൊക്കെ എവിടെ നീ പാചകം ചെയ്യാൻ പഠിച്ചു? എല്ലാം ചെയ്യും. ബിരിയാണി ചെയ്യും, ചോറ് ചെയ്യും, ചിക്കൻ ചെയ്യും, ബീഫ് ചെയ്യും. അത് ഒരു കാര്യം ചെയ്യും, ആരും ഒരു ദിവസം എൻ്റെ കൂടെ വാ. ഞാനിത് കേട്ടിട്ടില്ല കേട്ടോ. അത് ഞാനിങ്ങനെ അതായത് മിനിസ്റ്റർ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ കേറ്ററിംഗിന്റെ കഥ കേട്ടിട്ടില്ല. ഞാൻ അറിയാത്ത ഒരുപാട് കഥയുണ്ട് എന്നെ പറ്റി പറയുന്ന കഥയൊന്നും അല്ല, കുറച്ച് കേട്ടതൊന്നും അല്ല കേൾക്കാനുള്ളത്. അപ്പോൾ ഒരു ദിവസം പോവാം. ഞാൻ മാളത്തുനിന്ന് പുറത്ത് വന്നതിനേക്കാൾ അടുത്ത ക്രിസ്മസിനാവാം അല്ലേ? എപ്പം നിങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം. അങ്ങനെ ഞാൻ ആ മേഖലയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് അതിൻ്റെ രീതികളെന്ന്. അറിയാൻ പറ്റും. ഇറച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായി ബീഫൊക്കെ ഞാൻ നോക്കിയേ കഴിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം അതിനകത്ത് മോശം സാധനം വന്നാൽ കണ്ടറിയാം. അതുപോലെ ഫിഷ്, അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അന്നത് പഠിച്ചത് നന്നായി തോന്നുന്നു. ഞങ്ങൾ ഈ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ നമ്മളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എന്ത് തോന്നും പൊതുവേ? ജീവിതത്തിൽ അത് ഒരിക്കലും എനിക്കൊന്നും തോന്നിയിട്ടില്ല. സാധനം എന്താ അറിയോ, ഞാൻ ഈ 13ാമത്തെ വയസ്സിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്ന ഒരുപാട് അനുഭവിച്ച ആളാണ്. ഈ ജയിലിൽ പോയത് അടി കൊണ്ടത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് നല്ല തരത്തിൽ അനുഭവിച്ച ആളാണ്. അപ്പോൾ എനിക്കിതൊന്നും ഒരു പ്രതിസന്ധിയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ച ആളല്ല. ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു, ഒരു ആശയത്തിൽ നിന്നു, അത് മരിക്കുന്നവരെ ആശയമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് പലതും യാദൃശ്ചികമായി വന്നതാണ്. ഇപ്പം ഞാൻ ജില്ലാ സെക്രട്ടറി ആയതോ അല്ലെങ്കിൽ ഞാൻ MLA എന്ന് പറഞ്ഞാൽ രാമൻ നായർ സാർ മരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ ഇരിക്കത്തില്ല. കാരണം യാദൃശ്ചികമാണ്. രണ്ടാമത് പിണറായി വിജയൻ ഗവൺമെൻറ് വരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും മന്ത്രിയാകുന്ന പ്രശ്നമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് 2ാം ഗവൺമെൻറ് വരുന്നത്.
അപ്പം അപ്രതീക്ഷിതമായിട്ട് വരുന്നതല്ല. അപ്പം നമുക്ക് എന്ത് വന്നാലും ഒന്നും സംഭവിക്കത്തില്ല. താങ്ങും താങ്ങും കൊടിയേരി വേണ്ടി പറഞ്ഞ പോലെ. അതായത് താങ്ങാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മുടെ അധ്യാപകൻ. പിന്നെ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ ക്രൈസിസൊക്കെ കടന്നു വന്നപ്പോൾ 10-22 വർഷം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി. ഇത് കൂടാതെ കാറ്ററിംഗ് LIC ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കമ്പ്യൂട്ടർ സെന്റർ കമ്പ്യൂട്ടർ സെൻ്റർ ഞാൻ 22 വർഷം നടത്തി. അങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചതും ജീവിച്ചതൊക്കെ. അപ്പോൾ അതെല്ലാം നടത്തി രാത്രി കഷ്ടപ്പെടും. ഈ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ രാത്രി പോവും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാത്രിയുടെ പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്യുന്നു. അപ്പോൾ വർക്കൊക്കെ ചെയ്യാൻ പോയി സഹായിക്കും. വൈഫ് പിന്നെ നോക്കി. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഈ ഒരു 10-30-35 വർഷം തൊഴിലും രാഷ്ട്രീയവും നടത്തിയതിൻ്റെ ഫലമായി കിട്ടിയ ഒരു അനുഭവമുണ്ട്. നമ്മൾ ഒരിടത്തും തോക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ വിജയിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളൂ, ഒരാളോടും വിദ്വേഷമില്ല, വിരോധമില്ല, എല്ലാവരോടും സ്നേഹം. ഒരാൾ വളരെ നേരത്തെ സന്തോഷിക്കത്തേ ഉള്ളൂ. ഒരാളും തളരാൻ എനിക്കിഷ്ടമല്ല. കട്ടപ്പയാവത്തില്ല. ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. എൻ്റെ കോളേജിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കും. കാരണം അത് പണ്ട് പോലെ അങ്ങനെ ആ സംഘടനാ രംഗത്തും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ സ്ഥാനത്തെത്തുമ്പോഴും അവിടെ നല്ല മാറ്റം വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊന്ന് മിനിസ്റ്ററുടെ പാട്ടോട് കൂടി നമുക്കത് അവസാനിപ്പിക്കാം. പ്രൈം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുന്തം കുടച്ചക്രം മാത്രമല്ല, എല്ലാ ഐറ്റവും ഓർമ്മിപ്പിക്കല്ലേ മനസ്സിൽ പറഞ്ഞു. അല്ല, അത് പ്രചരിപ്പിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും സർവകലാവല്ലഭനാണ്. അതെ, ഞാനത് പറഞ്ഞു. ഞാൻ ഈ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിവാദമായിട്ട് തോന്നുമെങ്കിലും എനിക്കത് വിവാദമായിട്ട് തോന്നിയിട്ടില്ല. ഹൃദയത്തിൽ തട്ടി തന്നെ പറയുന്നത് ഞാൻ ഈ ഈ കുന്തവും കുടച്ചക്രവും എന്നുള്ളത് നാട്ടുപ്രയോഗം. നാട്ടുകരയിൽ ഞങ്ങൾ സ്ഥിരമായി നാട്ടുപ്രയോഗമാണ്. ഞാനൊക്കെ ഈ വിഷയം ഉണ്ടാകുമ്പോൾ കാനം പറയുന്നുണ്ട്, നിങ്ങൾ ആ പ്രസാദിന്റെ വാചകം ഒന്ന് കേട്ടാൽ മതി. സ്വാഭാവികം നമ്മൾ പറയുന്നൊരു ഭാഗം ഇവിടെ ചേർത്തുള്ളതല്ല, സാധാരണ ഇതിൽ വരുന്നൊരു നാട്ടിൽ വരുന്നതാണ്. അവിടെ പോയി അവിടെ ഒരു കുന്തവും കുടച്ചക്രവും ഇല്ല. ഞാനതൊരു വിവാദത്തിനില്ല. കാര്യം അതിൻ്റെ ഒരു ഭാഗം ഞാനൊരു പങ്കാളിയായതുകൊണ്ട് ഞാൻ വിവാദത്തിലില്ല. മാത്രമല്ല അടുത്തൊരു വിവാദ പരിപാടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട. അതൊരു വിവാദത്തിലേക്ക് പോകണ്ട. കഴിഞ്ഞ ഓണത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം പാചകം ചെയ്തു. ആണോ? നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊന്നുമല്ല എക്സ്പേർട്ട് ആള് പുള്ളിയാണ്. മിനിസ്റ്ററാ ഇതൊക്കെ നമ്മുടെ ആരുടെ ഇവരെ ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്തതാണ്. ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ്. ഞാനൊരു ഭാവമായതുകൊണ്ട് അത് പ്രകടിപ്പിച്ചു. നമ്പർ 1 കുക്കറാണ്. നമ്പർ 1 നിങ്ങളല്ലേ ഒന്ന് ചോദിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇദ്ദേഹം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. അരുൺ ഒറ്റയ്ക്ക്, വൈഫില്ല, ഇല്ലാത്ത ഐറ്റം ഒന്നുമില്ല, എല്ലാ ഐറ്റം ഉണ്ടാക്കി തന്നു. അതാണ് ഞാൻ പറഞ്ഞ നല്ല എല്ലാം ഉണ്ടാക്കും. പായസമാണല്ലോ പുള്ളി പറഞ്ഞ അടിപൊളി പായസം പുള്ളി ഉണ്ടാക്കി തന്നു. ഇതിപ്പോ പുറത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ഒരു പാചകം കഥയും. അതെ അതെ, ഭാവിയിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമോ? ഭാവിയിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമോ? അനുപമ അപ്പോ എത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് വെറുതെ വിടുന്നില്ല. അപ്പോൾ മിനിസ്റ്ററെ നമുക്ക് ഒരു പാട്ടോട് കൂടി ഇതങ്ങ് അവസാനിപ്പിക്കാം. മിനിസ്റ്റർ ഗസലുണ്ട്, അതിനുശേഷം ഡയറക്ടർ മിനിസ്റ്റർ ആവശ്യപ്പെടുന്ന ഒരു പാട്ടും കൂടെ എന്നാ തുടങ്ങാം. जो वादा किया वो निभाना पड़ेगा, रोके समाना चाहे रोके खुदाए तुमको आना पड़ेगा, जो वादा किया वो निभाना पड़ेगा, निभाना पड़ेगा, तरसती निगाहों में आवाज दी है, मोहब्बत की राहों ने आवाज दी है, ने कहा जाने कुधार ढूंढ गुरवाना हमको आना पड़ेगा, जो वादा किया निभाना पड़ेगा, निभाना पड़ेगा. മിനിസ്റ്റർ പാടിയതേ കേരളത്തിലെ പുതിയ വാനമ്പാടിക്കൊപ്പമാ. അത് നിത്യക്കൊപ്പം. അത് നല്ലൊരു ഓർമ്മയല്ലേ? ഓർമ്മയല്ലേ, ഗംഭീര ഓർമ്മയല്ലേ? അല്ല, ഞാൻ ഹിന്ദി പാട്ട് എടുക്കാൻ കാരണം എല്ലാവരും മലയാളം. നാം ഇന്ത്യക്കാർ എന്നതിന് ഓർമ്മ വന്നുകൊണ്ടാണ് ഒരു ഹിന്ദിയും കൂടി ആവാന്ന് തീരുമാനിച്ചത്. അതെ, ഹിന്ദി മാത്രം പറയുന്ന ആശയത്തിലേക്ക് ഒന്ന് പൊക്കളരുത്.
അതിനെപ്പറ്റി സജിക്കൊരു സംശയം വേണ്ട. ജീവിതത്തിൽ പോകത്തില്ല അല്ലേ? ഇല്ല, അത് ശശിയേട്ടനെ പറ്റി എനിക്ക് 100% ഉറപ്പാണ്. അതൊക്കെ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിന് ഇത്രയും അന്തസ്സുള്ള ഒരു മനുഷ്യൻ വേറെ കാണില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ മിനിസ്റ്ററെ, നമ്മളൊരു പാട്ടോടുകൂടി നമുക്കത് അവസാനിപ്പിക്കാം. ഏത് പാട്ടാണ് വേണ്ടത്? ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓണം എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ നമ്മുടെ നാട്ടിൽ മാറി. ഏറ്റവും സമൃദ്ധിയും സന്തോഷവുമുള്ള ഏത് സമയമാണോ അതെല്ലാം ഓണാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ വിദേശത്തൊക്കെ അരുണ് വിളികൾ വരുന്നുണ്ടാകും, ഒക്കെ ഒക്ടോബറിലും നവംബറിലും ഒക്കെ ചെല്ലാൻ പറഞ്ഞ് അവർക്ക് എപ്പോഴാണോ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഇരിക്കാൻ പറ്റുന്നത് അന്നാണ് ഓണം. യഥാർത്ഥത്തിൽ ഇന്ന് ഓണമായി. റിപ്പോർട്ടറിൻ്റെ ഒരു സ്ഥലത്ത് സാംസ്കാരിക മന്ത്രിയൊക്കെ അന്തളിച്ചിരിക്കുകയാണ്. കാരണം വരുന്നവരെല്ലാം സാംസ്കാരിക വകുപ്പിൻ്റെ പുതിയ പരിപാടി കൊടുക്കേണ്ട വിധത്തിലുള്ള പുതിയ സംവിധാനങ്ങളാണ്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഓർമ്മ പുതുക്കലാണ് ഓണം. സത്യത്തിൽ ഈ ഓണമായിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും പറഞ്ഞ പോലെ അവരവരെല്ലാം അവരവരുടെ വകുപ്പുകളെ കുറിച്ച് ഇത്രമാത്രം പറയാൻ കാരണം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ അവരെല്ലാം സംഘടിപ്പിച്ച് വരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ പട്ടയമേളകളിലായിരുന്നു. എന്തൊരു മനുഷ്യരുടെ ഒരു സന്തോഷം, മണ്ണ് കിട്ടുന്നതിനേക്കാൾ അതിനൊരു ഉടമയാകുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. അപ്പോൾ ഓരോരുത്തരും അവരുടെ മേഖലകളിൽ ഓണം പൊലിപ്പിക്കാൻ, ഞങ്ങൾ മാത്രമല്ല ഭരണമുള്ളവരും ഇല്ലാത്തവരും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഓണത്തിന് വേണ്ടി കരുതി വയ്ക്കും. അങ്ങനെ ഒരു കരുതലും ഒരു സമൃദ്ധിയും ഒരു സന്തോഷവുമാണ് യഥാർത്ഥത്തിൽ ഓണം. മണ്ണെടുക്കുന്ന വാമനൻ പഴയ കഥ, മണ്ണ് കൊടുക്കുന്ന കാലം പുതിയ കഥ. അതെ, ഇപ്പോൾ മണ്ണ് കൊടുക്കുന്നൊരു പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ, 64 വർഷക്കാലത്തിന് ശേഷം ഭൂപതിവിന് പുതിയ ചട്ടം നമ്മൾ കൊണ്ടുവരികയാണ്. അതിനേക്കാൾ ഒരു നാട് മുഴുവൻ ആഘോഷത്തിലാവുകയാണ്. ഞാൻ ഈ അലോഷ്യയെ കാണുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. അലോഷ്യയെ കണ്ടാൽ തന്നെ സന്തോഷമാണ്. കാരണം ആ പാട്ടുകളിലൂടെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന 100 പാട്ടുകൾ എനിക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം. ഒരു ചെമ്പനി പൂറത്ത് ഞാനോമനെ ഒരു മേള നിന്നിറക്കു നീട്ടിയില്ല. ഒരു വേള നിന്നേർക്കു നീട്ടില്ല, ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലെ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പൂവിറുത്തു ഞാനോമലെ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ. ഓണം ഒരുമിച്ചിരുന്ന് ഉണ്ണുന്നത് മാത്രമല്ല, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നത് കൂടിയാണ്. തമ്മിൽ പരസ്പരം മിണ്ടാത്തവരും കട്ടപ്പയായി മാറുന്നവരുമുള്ള കാലത്ത് വാമനന്മാർ ഏറെ കുറവുള്ള ഒരു നാടിനെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു ലോകത്ത് നമുക്ക് ഈ ചർച്ച വളരെ ഫലപ്രദമായിരുന്നുവെന്ന് കരുതുന്നു. കാരണം കുറച്ചു നേരമെങ്കിലും മറ്റെല്ലാ ഗൗരവമേറിയ വിഷയങ്ങളിൽ നിന്നും ഒന്ന് മാറി കുറച്ചു നേരം തമ്മിൽ ചിരിക്കാനും കുറച്ച് പാട്ടുപാടാനും ഒന്ന് റിലാക്സ് ആകാനും സാധിച്ചു. ന്യൂസ് ചാനലുകൾ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കിത് കിട്ടൂ. എങ്കിലും മന്ത്രിമാർ നമുക്കൊപ്പം ചേർന്നു, അവരുടെ വർത്തമാനങ്ങൾ കേട്ടു, പാട്ടുകൾ കേട്ടു. സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഓണാശംസകൾ.